തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി താലൂക്കിൽ പാർലിക്കാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ആത്മീയതയും ഐതിഹ്യവും നിറഞ്ഞ ഒരു പുരാതന ദേവാലയമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹാവാക്യം മുൻനിർത്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. ആയിരത്തി 1925 ആത്മീയ നേതാവായ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും ദൈവിക ചിന്തയും ചേർന്നുണ്ടായ ആത്മീയ സ്മാരകമാണ് നടരാജഗിരി സുബ്രഹ്മണ്യ ക്ഷേത്രം. ജാതിമത ഭേദങ്ങൾ മനുഷ്യരെ വേർതിരിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈഴവരെയും മറ്റു പിന്നോക്ക വിഭാഗങ്ങളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതെ അവഗണിച്ചിരുന്ന കാലമായിരുന്നു അത്. ആ സമയത്ത് മനുഷ്യനെന്ന നിലയിൽ ആരാധിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്നത്. ഈ അനീതിയും അസമത്വവും കണ്ട ഗുരുദേവൻ സമൂഹത്തിന്റെ സമത്വത്തിനു വേണ്ടി പുതിയ വെളിച്ചം പകർന്നു നൽകാനെത്തി. ഗുരുദേവന്റെ ദൈവിക ദർശനവും മാനവിക സന്ദേശവും ചേർന്ന് നടരാജഗിരി സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥാപിതമായി. ഈ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, സമത്വത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ജാതിയും വർഗവും നോക്കാതെ ഏവർക്കും ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശം ഗുരുദേവൻ ഉറപ്പാക്കി. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വിശ്വാസവും ആത്മീയതയും നിറഞ്ഞ അനുഷ്ഠാനങ്ങൾ. ഈ ക്ഷേത്രത്തിൽ വന്ന് വിവാഹം കഴിച്ച ദമ്പതികൾ ദാമ്പത്യ ജീവിതത്തിൽ വേർപിരിഞ്ഞിട്ടില്ലെന്ന വിശ്വാസവും നാട്ടുകാരും ഭക്തജനങ്ങളും തലമുറകളായി പറഞ്ഞുവരുന്ന ഒരു പ്രത്യേക ചരിത്രമായി മാറിയിട്ടുണ്ട്. ജീവിതത്തിലെ ഐക്യത്തിന്റെയും ബന്ധങ്ങളുടെയും വിശുദ്ധിയുടെയും പ്രതീകം കൂടിയാണ് ഈ ക്ഷേത്രം. കൂടാതെ പിതൃകർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് നടരാജഗിരി സുബ്രഹ്മണ്യ ക്ഷേത്രം. എല്ലാ ദിവസവും ഇവിടെ പിതൃകർമ്മങ്ങൾ നടത്തപ്പെടുന്നു എന്നത് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു മഹത്തായ പ്രത്യേകതയാണ്. പൂർവികരുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തർ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് നിൽക്കുന്നത്. വളരെ പ്രത്യേകതയും ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആ പ്രത്യേകതയിൽ ആദ്യം എന്ന് പറയുന്നത് ഇത് 1925 ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ ഒരു ക്ഷേത്രമാണ്. ഈ 1925 ഇത് സ്ഥാപിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അന്ന് പിന്നോക്കക്കാരായ ഈഴവരാതി പിന്നോക്കക്കാർക്ക് ആർക്കും ക്ഷേത്രത്തിനകത്ത് കയറി ഈശ്വര ദർശനത്തിന് അനുമതിയില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വരികയും ഈ ക്ഷേത്രം സ്ഥാപിച്ച് എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു ക്ഷേത്രം. അത് ആ ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായി ഈഴവരാതി പിന്നോക്കക്കാർക്ക് ഈ ദേശത്ത് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ ക്ഷേത്രം ഈ നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നതാണ് ഇതിൽ ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചത്. ഒപ്പം തന്നെ വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഗുരുദേവന്റെ ആ വീക്ഷണത്തോടു കൂടിയുള്ള ഒരു വിഗ്രഹമാണ് ഇതിന്റെ മൂലവിഗ്രഹമായി നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആദ്യം ആ വിഗ്രഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിലെ സാധാരണ മുരുകന്റെ വിഗ്രഹത്തിന്റെ കൈകൾ വിടർന്ന രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ നടരാജഗിരി സുബ്രഹ്മണ്യ സ്വാമിയുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള ഒരു അപൂർവ വിഗ്രഹമാണ്. അതിന്റെ സങ്കല്പം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി അന്ന് ഗുരുദേവൻ ആ വിഭാവനത്തിൽ ചെയ്തിട്ടുള്ള ഒരു വിഗ്രഹം കൂടിയാണ്. അതുപോലെ തന്നെയാണ് വിദ്യാനാഥനുമാണ്, അതുപോലെ തന്നെ വിവാഹനാഥനാണ്, സന്താനനാഥനാണ്. ഈ ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് വിവാഹം താലി കെട്ടിയവർ ആരും ഇന്ന് വരെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ പിരിഞ്ഞു പോയ ചരിത്രമുണ്ടായിട്ടില്ല. അപ്പോൾ വളരെ ചരിത്രവും വളരെ പ്രത്യേകതയുമുള്ള ഒരു അപൂർവ വിഗ്രഹം കൂടിയാണ് ഈ നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെ ഈ പ്രദേശത്ത് നിത്യവും പിതൃബലി തർപ്പണം നടത്തുവാനുള്ള ഒരു സൗകര്യം കൂടി എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക്
ആത്മീയതയ്ക്കൊപ്പം സ്നേഹത്തിന്റെയും കരുണയുടെയും അനുഭവം നൽകുന്ന സേവനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദിവസേന ക്ഷേത്രത്തിലെത്തുന്നവർക്കായി രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനമായി ഭക്ഷണവും നൽകുന്നുണ്ട്. വിശപ്പിനും വേദനകൾക്കും ആശ്വാസം നൽകുന്ന ഈ സേവനം ഗുരുദേവന്റെ മാനവികതയും സഹാനുഭൂതിയും ഇന്നും നിലനിൽക്കുന്നുവെന്നതിന് തെളിവാണ്. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇപ്പോൾ 2 നേരവും ആഹാരം, വയറ് നിറയെ ആഹാരം കഴിക്കാനുള്ള സംവിധാനം കൂടി ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഒരു വർഷം മുഴുവൻ ദിനം പ്രതി വ്യത്യസ്ത ഭക്തജനങ്ങളുടെ പേരിൽ സമർപ്പണ പൂജകൾ അർപ്പിക്കപ്പെട്ടത് ഈ ക്ഷേത്രത്തിന്റെ ആത്മീയ മഹത്വത്തിന്റെയും ഭക്തി പാരമ്പര്യത്തിന്റെയും അഭിമാനകരമായ തെളിവായി മാറിയിരിക്കുകയാണ്. ഭക്തിയും വിശ്വാസവും ഒരുമിച്ച് ചേരുന്ന ഈ സമർപ്പണ പൂജകൾ ക്ഷേത്ര ചരിത്രത്തിൽ തന്നെ അനുസ്മരണീയമായ ഒരു അധ്യായമായി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം മനുഷ്യബന്ധങ്ങളെയും സ്നേഹപൂർവമായ കൂട്ടായ്മയെയും ഊട്ടിയുറപ്പിക്കുന്നതിനായി മറ്റൊരു അപൂർവ പാരമ്പര്യത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ ക്ഷേത്രം. ഭക്തജനങ്ങളുടെ പിറന്നാൾ ദിനങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് ഇലയിട്ട് പരമ്പരാഗത രീതിയിൽ പിറന്നാൾ സദ്യ വിളമ്പുന്ന ആചാരത്തിന് തുടക്കം കുറിക്കുകയാണ്. 2025 ഡിസംബർ 21 മുതൽ ഉച്ചയ്ക്കും ഭക്ഷണം ഒരുക്കി. അതിനു മുമ്പേ പ്രഭാത ഭക്ഷണമായിരുന്നു. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനും അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നമുക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന, ഇത് തലപ്പള്ളി SNDP യൂണിയന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഏകദേശം 6000-ലധികം വരുന്ന കുടുംബങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇതിൽ 2014 ഇവിടുത്തെ ഒരു ദേവപ്രശ്നം നടത്തിയത്. കാരണം ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2014 ഒരു ദേവപ്രശ്നം നടത്തുകയും ആ ദേവപ്രശ്നത്തിൽ കണ്ട വിധിപ്രകാരമുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് പിന്നീട് ഇങ്ങോട്ട് 14-11 വർഷമായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുനർനിർമ്മാണം, അതുപോലെ തന്നെ ചുറ്റമ്പല പുനർനിർമ്മാണം, ഉപദേവതകളായി ഗണപതിയും അതുപോലെ തന്നെ ദേവിയും പ്രതിഷ്ഠ, അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ, അങ്ങനെ എന്തുകൊണ്ടും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഭക്തരുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ക്ഷേത്ര പരിസരത്ത് ആഘോഷിക്കുന്ന പതിവ് ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച മനുഷ്യ സ്നേഹത്തിന്റെ ദീപ്തി ഇന്നും ഇവിടെ നിലനിൽക്കുന്നതിന്റെ തെളിവാണ്. ആത്മീയതയോടൊപ്പം മനുഷ്യരുടെ ജീവിതാഘോഷങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഈ പ്രത്യേകത നടരാജഗിരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ മറ്റെല്ലാ ആരാധനാലയങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. നടരാജഗിരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ആത്മീയ മഹത്വം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു വിശേഷണതയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ദേവീ ക്ഷേത്രം. പ്രാചീന വിശ്വാസപ്രകാരം ഈ പുണ്യഭൂമിയുടെ യഥാർത്ഥ അവകാശി ദേവിയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധനയ്ക്കായി ഈ ഭൂമി ദേവി സ്വന്തം അനുഗ്രഹത്തോടെ കൈമാറിയതായി തലമുറകളായി വിശ്വാസപരമായ ചരിത്രം നിലനിൽക്കുന്നു. ആ ദൈവിക അനുഗ്രഹത്തിന്റെ സൂചകമായി അമ്മ ദേവിയുടെ മഹത്വവും ശക്തിയും പ്രതിഫലിപ്പിക്കുന്ന ഭദ്രകാളി ദേവിയുടെ വിഗ്രഹം ഇവിടെ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഐശ്വര്യപൂർണമായും ഭക്തജനങ്ങൾക്ക് ആത്മവിശ്വാസവും കരുത്തും പകരുന്ന ദൈവിക സാന്നിധ്യമായി ഈ ദേവീക്ഷേത്രം നിലകൊള്ളുന്നു. ദേവിയെ ആരാധിച്ചാൽ ഭക്തരുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും സൗഭാഗ്യവും ഉണ്ടാകുമെന്നാണ് ഭക്തജനങ്ങളുടെ ഉറച്ച വിശ്വാസം. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ അഷ്ടമംഗല ദേവപ്രശ്നത്തിലെ കണ്ട വിധിപ്രകാരം ഇവിടെ ഒരു ദേവീക്ഷേത്രം നിർമ്മിക്കണം എന്ന് കാണുകയുണ്ടായി. അതിനൊരു കാരണവുമുണ്ട്. അതായത് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി ഈ ദേവിയായിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് ദേവിയുടെ ഒരു വാസസ്ഥലമായിരുന്നു ഈ ക്ഷേത്രം, ഈ സ്ഥലം. അപ്പോൾ അത് പിന്നീട് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി വഴിമാറി കൊടുത്തു എന്നാണ് ഈ ദേവപ്രശ്നത്തിൽ കാണുകയുണ്ടായത്. അപ്പോൾ ആ ദേവിക്ക് ഉചിതമായ ഒരു ഇരിപ്പിടം ഒരുക്കണം എന്ന് ദേവപ്രശ്ന വിധി പ്രകാരം കണ്ടപ്പോൾ അതിന് ഏറ്റവും മനോഹരമായ ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് ഇത് ആറ്റുകാൽ ദേവിക്ക് സമമായിട്ടുള്ള ഒരു വിഗ്രഹമാണ് നമുക്കിവിടെ മൂലവിഗ്രഹമായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അത് ഭദ്രകാളി ഭഗവതിയായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജനിച്ച ആ ഒരു ദിവസം തന്നെ നമുക്ക് ഈ ഏറ്റവും ഐശ്വര്യം കൊണ്ടുതരുന്ന ആ ഒരു ദിവസത്തിലാണ് ഇവിടുത്തെ ദേവി ജനിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഏതു തരം ഐശ്വര്യങ്ങളും സമ്പത്തും നമുക്ക് വന്നു ചേരുമെന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട്.
അത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് ആദ്യം ഒരു ആളുടെ സ്ഥലവും അതിനുശേഷം മറ്റൊരാൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത്, സന്തോഷത്തോടു കൂടി വഴിമാറിക്കൊടുത്ത് പിന്നെ ആൾക്ക് വീണ്ടും നമ്മളിവിടെ ഒരു ഉചിതമായ ഒരു ഇരിപ്പിടം ഒരുക്കുകയാണ് ദേവീക്ഷേത്ര നിർമ്മാണത്തിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിന്റെ പുറകുവശത്ത് കാണുന്ന ഈ പാറയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിലൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ധ്യാനമിരുന്ന ഒരു അപൂർവം സ്ഥലങ്ങളിലായിട്ടാണ് നമുക്ക് ഈ പാറയെ വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിലെ വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ ഗുരുദേവൻ വന്ന് ധ്യാനം ഇരുന്നിട്ടുള്ളൂ. അതിലൊന്ന് ഈ നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഈ പുറകിൽ കാണുന്ന ഈ പാറയുടെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിപാവനമായ ഒന്നാണ് ആ പാറ. അത് വളരെ ഭംഗിയായി സംരക്ഷിതമായി തന്നെ അതിൻ്റെ ഏതാണോ യഥാർത്ഥ രൂപം അതുപോലെ തന്നെ ഒരു സംരക്ഷിത പാറയായി ഞങ്ങൾ ഇന്നും അത് പരിപാലിച്ചു പോരുകയാണ്. ഭാവിയിൽ അതിൻ്റെ മേളിൽ ആ ഗുരുദേവൻ ഇരുന്ന ആ സ്ഥലത്ത് ഒരു ഗുരുമണ്ഡപം തന്നെ പണിതുകൊണ്ട് ആ ഗുരുവിനോടുള്ള ഒരു ആദരവ്, അതുപോലെ തന്നെ അതെല്ലാവർക്കും ആ സന്ദേശം എത്തിക്കുക എന്നുള്ള ആ ഒരു ഭാഗമായിട്ടുള്ള കാര്യം കൂടി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാറയുടെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പാറ എന്ന് പറയുന്നത് ഗുരുദേവൻ ധ്യാനമിരുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നായ പാറ കൂടിയായി മാറുകയാണ്. മേടമാസത്തിലെ മകീരം നാളിൽ നടരാജഗിരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠാദനം വലിയ ആചാരാനുഷ്ഠാനങ്ങളുടെയും ആറാട്ട് മഹോത്സവത്തോടെയും ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആഘോഷിക്കപ്പെടുന്നു. വർഷം തോറും ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവം ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ആഘോഷങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. തൃശൂർ ജില്ലയിൽ കാവടി ആഘോഷങ്ങളുടെ ഭംഗിയിലും ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തിലും കുറുക്കഞ്ചേരി കാവടിക്ക് ശേഷം ഏറ്റവും വലിയ സ്ഥാനമാണ് പാർലിക്കാട് കാവടിക്ക് ലഭിക്കുന്നത് എന്നത് ഈ ഉത്സവത്തിന്റെ മഹത്വം തെളിയിക്കുന്നു. ഭക്തിയും പാരമ്പര്യവും കലാസൗന്ദര്യവും ഒരുമിച്ച് ചേരുന്ന ഈ മഹോത്സവം നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും മനസ്സിൽ പ്രത്യേക സ്ഥാനമാണ് നേടിയത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം വിവിധ പൂജകളും ആചാരാനുഷ്ഠാനങ്ങളും കലാപരിപാടികളും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളും കൊണ്ട് സമ്പുഷ്ടമാണ്. ദൈവാനുഗ്രഹം തേടി ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഈ ഉത്സവം ആത്മീയ ഐക്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മഹത്തായ പ്രതീകമായി മാറിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ ഭംഗിയുള്ള വലിയ ഒരു ഉത്സവമാണ് ഇവിടെ നടത്തി വരാറുള്ളത്. പ്രധാനപ്പെട്ട ഉത്സവം കാവടി ആഘോഷമാണ് നടത്തിയിരുന്നത്. പക്ഷേ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്സവത്തിന്റെ മട്ടും ഭാവമൊക്കെ മാറി ഇപ്പോൾ മകീരം നാളിൽ, അതായത് മേടമാസത്തിലെ മകീരം നാളിലാണ് ഭഗവാന്റെ പിറന്നാൾ ആഘോഷം. അത് പ്രതിഷ്ഠാദിന ആഘോഷമായിട്ടാണ് നടത്തുന്നത്. ആ പിറന്നാൾ ദിനത്തിൽ ആറാട്ടും അതിന്റെ തൊട്ട തലേ ദിവസം രോഹിണി നാളിൽ ഉപദേവത പ്രതിഷ്ഠാ ദിവസമാണ്. ഈ ദേവിയുടെയും അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ ഒക്കെ പ്രതിഷ്ഠയാണ് രോഹിണി. ആ നാളിലാണ് ദേശോത്സവമായി ഇവിടെ കാവടിയാണ് ആഘോഷം. ഇവിടുത്തെ കാവടിക്കും പ്രത്യേകതയുണ്ട്. പാർലിക്കാട് കാവടി ആഘോഷം എന്ന് പറയുമ്പോൾ അത് എല്ലാവരെയും മനസ്സിലൊരു വലിയ ആവേശത്തോടു കൂടി കാണുന്ന ഒരു ഉത്സവമാണ്. ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കാവടി ആഘോഷം നടക്കുന്ന ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഈ നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. 9 ദിവസത്തെ ഉത്സവമാണ് സാധാരണഗതിയിൽ ഇവിടെ നടക്കുന്നത്. 9 ദിവസവും വൈകുന്നേരം കലാപരിപാടികളും കലാസന്ധ്യയും ഉൾപ്പെടെ അതിനുശേഷം എല്ലാവർക്കും സമൃദ്ധമായിട്ടുള്ള അന്നദാനം. അങ്ങനെ 9ാം നാൾ ആറാട്ടോടു കൂടിയാണ്, 8ാം നാൾ കാവടി ആഘോഷവും 9ാം നാൾ ഈ ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. 2014 വരെ ക്ഷയിച്ച അവസ്ഥയിൽ നിലനിന്നിരുന്ന ഈ ദൈവിക സന്നിധി SNDP യൂണിയൻ സെക്രട്ടറി TR രാജേഷിന്റെ ദൃഢനേതൃത്വവും പ്രസിഡന്റ് ധർമ്മരാജൻ കമ്മിറ്റിയുടെ ഏകോപിതവും സമർപ്പിതവുമായ പ്രവർത്തനവും ചേർന്നതോടെ നവോത്ഥാനത്തിന്റെ പാതയിൽ പ്രവേശിച്ചു. അവരുടെ ആത്മാർത്ഥ പരിശ്രമം ക്ഷേത്രത്തെ വീണ്ടും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമായി ഉയർത്തി. പാരമ്പര്യ മഹത്വം വീണ്ടെടുക്കാൻ വഴിയൊരുക്കി. നമസ്കാരം. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ നടരാജഗിരി ക്ഷേത്രത്തിലൊരു കമ്മിറ്റി അംഗമാണ്.
ഈ ക്ഷേത്രം 2014 100 വർഷമായി ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ട് 2014 വരെ ഈ അമ്പലം വളരെ ജീർണിച്ച് എന്ന് പറഞ്ഞാൽ മരിച്ച അവസ്ഥ വരെ എത്തിയതാണ് ഭഗവാൻ. അവിടെ നിന്ന് ഈ 2014 ഇപ്പോൾ ഉള്ള താലൂക്ക് സെക്രട്ടറി ശ്രീ TR രാജേഷും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ധർമ്മരാജേട്ടനും കൂടി ചേർന്ന് ആ കമ്മിറ്റിയും കൂടി ചേർന്ന് പുതുജീവൻ നൽകി ഇന്ന് ഒരു വമ്പിച്ച എന്താ പറയുക ഒരു വലിയൊരു സംരംഭമാക്കി മാറ്റി ഈ അമ്പലം വെച്ച് കഴിഞ്ഞാൽ കല്യാണ മണ്ഡപം, മഞ്ഞഹാള്, അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ വന്ന് കാണണം. ഈ അമ്പലത്തിൻ്റെ പുരോഗതി വളരെ പണിപ്പെട്ട് വളരെ അശ്രാന്ത പരിശ്രമമായിരുന്നു സെക്രട്ടറി രാജേഷിൻ്റെ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ അമ്പലം ഈ നിലവിൽ. അത് ഈ സ്ഥലം മാടിച്ചുംപാറ തറവാട്ടുകാരുടെ വകയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി ഈ സ്ഥലം SNDP യൂണിയന് വേണ്ടി അന്ന് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനം വളരെ മോശമായ നിലയിൽ ആവുകയും അതിന് ഒരു 11 കൊല്ലം മുമ്പേ ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത് ഇന്നത്തെ ഈ നിലയിലെത്തിയത്. പഴയ കമ്മിറ്റി അത് വേണ്ട പോലെ ഒന്നും വിനിയോഗിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പം നല്ല പ്രവർത്തനം വന്നത്. നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര ചരിത്രത്തിൽ ഭക്തിയും വിശ്വാസവും നിറച്ച ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് ഈ ആൽമരം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ആദ്യകാല ഉടമസ്ഥർ മാടച്ചിൻപാറ കുടുംബാംഗങ്ങളായിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാതിരുന്നത് അവരെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ജീവിതത്തിലെ ശൂന്യതയോടെ അവർ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു. അദ്ദേഹം നൽകിയ ഉപദേശം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. നടരാജഗിരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു ആൽത്തൈ നടുകയും ഭക്തിപൂർവം പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഉപദേശം. വിശ്വാസത്തോടും കണ്ണു നിറഞ്ഞ പ്രാർത്ഥനകളോടും കൂടി ദമ്പതികൾ ക്ഷേത്രത്തിലെത്തി ആൽത്തൈ നടുകയും ഭഗവാന്റെ കൃപ തേടുകയും ചെയ്തു. കാലം കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ അനുഗ്രഹം സംഭവിച്ചു. അവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുകയും തുടർച്ചയായി 3 മക്കളുടെ മാതാപിതാക്കളായി മാറുകയും ചെയ്തു. ആ ദിനത്തിന്റെ ഓർമ്മയായി നട്ട ആ ആൽമരം ഇന്ന് ക്ഷേത്ര പരിസരത്ത് വിശ്വാസത്തിന്റെ പ്രതീകമായി തഴച്ചു വളർന്ന് നിൽക്കുകയാണ്. സന്താന സൗഭാഗ്യം തേടിയെത്തുന്ന ഭക്തർക്കായി ഈ ആൽമരം ഇന്ന് അനുഗ്രഹത്തിന്റെ പ്രതീകമായും പ്രത്യാശയുടെ വിളക്കായും നിലകൊള്ളുന്നു. ഈ ആൽമരത്തിന് ഈ നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിന്റെ ഈ ആൽമരത്തിന് ഒരു ചരിത്രമുണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ആൽമരം ഒരു ക്ഷേത്രത്തിൽ അതിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ ഈ ആൽമരം വെച്ചതിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ദേശത്ത് ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിന്റെ ആദ്യത്തെ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥര് മാടച്ചിമ്പാറ തറവാട്ടുകാരായിരുന്നു. അപ്പൊ അവിടുത്തെ ശങ്കരൻ മകൻ മാടച്ചിമ്പാറ ശങ്കരൻ മകൻ ബാലകൃഷ്ണന് വിവാഹശേഷം കുട്ടികളില്ലാതെ വന്ന് ഏറെക്കാലം കുട്ടികളില്ലാത്തതിൻ്റെ ഒരു ദുഃഖം അനുഭവിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ജ്യോത്സ്യരെ കാണുകയും ആ ജ്യോത്സ്യരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ ഒരു മരത്തിന്റെ തൈ നടൂ, അതിനുശേഷം ഈ ദുഃഖത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറയുകയും അങ്ങനെ ഈ ബാലകൃഷ്ണേട്ടൻ അന്നത്തെ അദ്ദേഹത്തിന്റെ സഹപത്നിയും കൂടി ഇവിടെ വന്ന് ഈ ആൽമരം നട്ടു. അങ്ങനെ ആൽമരം നട്ടതിന് ശേഷമാണ് അവർക്ക് 3 കുട്ടികളാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ചരിത്രം ഈ ഒരു സന്താന ലബ്ധിക്കായി വെച്ചിട്ടുള്ള ഒരു ജ്യോത്സ്യരുടെ നിർദ്ദേശപ്രകാരം വെച്ച ഒരു ആൽമരം കൂടിയാണ് ഈ എൻ്റെ പുറകിൽ കാണുന്ന ഈ ആൽമരം. അപ്പോൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ ആൽമരത്തിന്റെ വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. 100 വർഷത്തെ പാരമ്പര്യ മഹത്വം തഴച്ചു നിൽക്കുന്ന നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം വിശ്വാസത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവിക കേന്ദ്രമായി ഭക്തരുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഭക്തിയും ദൈവാനുഗ്രഹവും നിറഞ്ഞ നിരവധി അനുഭവങ്ങൾ ഇന്നും തലമുറകൾക്ക് പ്രചോദനമാണ്. 100ാം വാർഷിക നിറവിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഭക്തിപൂർണമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. വിശ്വാസവും ഭക്തിയും നിറഞ്ഞ ഈ ആഘോഷങ്ങൾ പ്രദേശത്തെ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഒരിക്കലും മറക്കാനാവാത്ത ആത്മീയ അനുഭവമായി മാറി. ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് ആത്മീയ ഉജ്ജ്വലത പകർന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനായിരുന്നു. തന്റെ സാന്നിധ്യവും പ്രചോദനപരമായ സന്ദേശങ്ങളും വഴി അദ്ദേഹം ഭക്തജനങ്ങൾക്ക് ആത്മവിശ്വാസവും ഐക്യത്തിന്റെ സന്ദേശവും നൽകി.
സമൂഹ നവോത്ഥാനത്തിനും ആത്മീയ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും അദ്ദേഹം നൽകിയ പ്രാധാന്യം ചടങ്ങിനെ ഏറെ പ്രചോദനം നൽകി. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ സമൂഹത്തിൽ നല്ല ചിന്തകളും സാംസ്കാരിക പാരമ്പര്യങ്ങളോടുമുള്ള ആദരവുമെല്ലാം വളർത്താൻ പ്രചോദനമായി. പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ആത്മീയ വിശ്വാസത്തിൻ്റെയും സാമൂഹിക ഐക്യത്തിൻ്റെയും പ്രതീകമായി കൂടുതൽ ഭക്തജനങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്തിയും ധർമ്മവും കൈകോർക്കുന്ന ഈ പുണ്യസ്ഥലം തലമുറകൾക്ക് ആത്മീയ പ്രകാശം പകരുന്ന കേന്ദ്രമായി വളരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യർക്കായി എന്ന മഹത്തായ സന്ദേശം നൽകി സമൂഹത്തെ ഉണർത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പോലെ സമത്വത്തിൻ്റെയും സഹോദരഭാവത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്ഷേത്രം മുന്നേറുകയാണ്. ആത്മീയതയുടെയും നവോത്ഥാന ചിന്തകളുടെയും സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകുന്ന പ്രചോദന കേന്ദ്രമായി മാറുകയാണ്. വാദങ്ങൾക്കപ്പുറം പ്രവർത്തനത്തിലൂടെയാണ് സമൂഹം പ്രകാശിക്കുന്നതെന്നും സ്വയം സന്തോഷം കണ്ടെത്തുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും വെളിച്ചമാകണമെന്നും നമ്മെ പഠിപ്പിച്ച മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങൾ കാലങ്ങളെയെല്ലാം കടന്ന് ഇന്നും ഹൃദയങ്ങളിൽ ജ്വലിക്കുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച ആ ദർശനങ്ങൾ നമ്മെ നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോൾ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ സമൂഹത്തിൻ്റെ ആത്മാവായി എന്നും നിലനിൽക്കും. കാലം മാറിയാലും മനുഷ്യൻ്റെ മൂല്യങ്ങൾ മാറരുതെന്ന സന്ദേശവുമായി ഗുരുവിൻ്റെ വചനങ്ങൾ ഇന്നും ഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു. മനുഷ്യസ്നേഹവും സഹജീവി കരുണയും നിറഞ്ഞ ഒരു സമൂഹം സൃഷ്ടിക്കാനുള്ള പ്രചോദനമായി ആ മഹത്തായ ചിന്തകൾ എന്നും വഴികാട്ടിയാണ്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാതെ പോകുന്ന കാലത്തും വാദങ്ങളല്ല പ്രവർത്തനങ്ങളാണ് ലോകത്തെ മാറ്റുന്നതെന്നും സ്വന്തം ആത്മസുഖത്തിനായി ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശമായി മാറണമെന്നും നമ്മെ പഠിപ്പിച്ച മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകൾ ഇന്നും ഹൃദയങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ തിരക്കിൽ മനുഷ്യസ്നേഹം നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ മഹാവചനങ്ങൾ ഓരോ ഹൃദയത്തിലും പ്രതീക്ഷയുടെ വിളക്കുകൾ തെളിയിക്കട്ടെ. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് പുരാവിപൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ, ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം.